അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അദ്വിത രമേശ്. എടുത്തുകൊള്ളിൻ രക്തം ഈ മേശപ്പുറത്തെന്നെ കിടത്തി, ഒരു സൂചി മുഖമെഞ്ഞരമ്പിന്മേൽ കടത്തി, അല്പാൽപമായെടുത്തുകൊള്ളിൻ രക്തം. ഇന്ന് ജൂൺ 14 ലോക രക്തദാന ദിനം. എല്ലാ വർഷവും ജൂൺ 14 ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ദിനം ആചരിക്കുന്നു. 1868 ജൂൺ 14 ജനിച്ച കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനത്തിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. രക്തഗ്രൂപ്പ് കണ്ടെത്തിയതിന് ലാൻഡ്സ്റ്റൈനർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ആസൂത്രിതമായ ചികിത്സകൾക്കും അടിയന്തര ഇടപെടലുകൾക്കും ആവശ്യമായ വിഭവമാണ് രക്തം. ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥകളാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ദീർഘായുസ്സിനും ഉയർന്ന ജീവിത നിലവാരത്തിലും ഇത് സഹായകരമാണ്. സങ്കീർണമായ മെഡിക്കൽ ശസ്ത്രക്രിയാ നടപടിക്രമങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കേവർക്കും അറിയാവുന്നതാണ്. രക്തദാനത്തിലൂടെ നാം ഒരാൾക്ക് ജീവിതം തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മഹാദാനമാകുന്നതും ഈ ദിനത്തിന്റെ പ്രസക്തിയേറുന്നതും. എന്നാൽ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഒരു രോഗിക്ക് സുരക്ഷിതമായ രക്തദാനം ഉറപ്പുവരുത്തേണ്ടതും വളരെ പ്രധാനമാണ്. എടുക്കുന്ന രക്തം ലബോറട്ടറിയിലടക്കം വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി സുരക്ഷിതമാണെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാൽ ദാതാവിൽ നിന്ന് രക്തം എടുക്കുന്നത് മുതൽ രോഗിക്ക് നൽകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യമാണ്. സുരക്ഷിതമായ രക്തത്തിൻ്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് പുറമെ ദാതാവിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ്. രക്തം ആവശ്യമായ രോഗിക്ക് നൽകുന്നത് യോജിച്ച രക്തമാണോ എന്നറിയാൻ നൽകുന്ന ആളുകളുടെയും രോഗിയുടെയും ക്രോസ് മാച്ച് ചെയ്യുന്ന ബ്ലഡ് ആൻറ്റിജനുകൾ വേണം. കൂടാതെ രക്തം കൈമാറുന്നതിലൂടെ രോഗിക്ക് ഒരു തരത്തിലുള്ള രോഗാണുബാധയോ മറ്റോ ഉണ്ടാകാതിരിക്കാനും സൂക്ഷിക്കണം. അതോടൊപ്പം രക്തം കൊടുക്കുന്ന ആളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, ഇരുമ്പ്, ഷുഗർ എന്നിവയുടെ അളവും കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. രക്തം സ്വീകരിക്കുന്നത് വഴി ഏതെങ്കിലും തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ എന്നതും ഇതിൽ കണക്കിലെടുക്കണം. അതേസമയം പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർന്നു വരുന്നതിനനുസരിച്ച് പുതിയതും സുസ്ഥിരവുമായ പരിശോധനകൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിതമായ രക്തദാനം ഉറപ്പുവരുത്താൻ വിദഗ്ധർ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. രക്തഗ്രൂപ്പിലെ ആൻറ്റിജനുകൾ കണ്ടെത്തുന്നതിന് ലബോറട്ടറികളിൽ നടത്തുന്ന ടെസ്റ്റാണ് ഹീമാഗ്ലൂട്ടിനേഷൻ. ഇതുവരെ 30 രക്തഗ്രൂപ്പുകളിൽ 29 എണ്ണത്തിൻ്റെ ജീനുകൾ ഡീകോഡ് ചെയ്ത് വിപുലമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ രക്തം നൽകുന്നത് വഴി പകരാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇതുവഴി സാധിച്ചു. രക്തദാന പ്രക്രിയയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1985 മുമ്പ് രോഗിക്ക് ദാനം ചെയ്യുന്ന രക്തത്തിൽ പൊതുവെ 2 പരിശോധനകൾ മാത്രമേ നടത്തിയിരുന്നുള്ളൂ. എന്നാൽ സ്വീകരിക്കുന്ന രക്തത്തിലൂടെ വരുന്ന അണുബാധയും മറ്റ് രോഗസാധ്യതയും കണക്കിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ കൊണ്ടുവരികയായിരുന്നു. ചില പ്രത്യേക രോഗികളുടെ രക്തഗ്രൂപ്പുകൾ കണക്കിലെടുത്ത് CMV പരിശോധനയും ശുപാർശ ചെയ്യുന്നു. അതേസമയം അരുണരക്താണുക്കൾക്ക് ബദലായി കൃത്രിമ രക്തം ഉപയോഗിച്ചുള്ള മറ്റൊരു പരീക്ഷണത്തിനുള്ള ശ്രമവും വിദഗ്ധർ നടത്തുന്നുണ്ട്. എന്നാൽ അത് ഇതുവരെ സാധ്യമാക്കാത്തതിനാൽ തന്നെ രക്തദാനത്തിൻ്റെ പ്രാധാന്യം ഏറെ പ്രസക്തമാണ്. 2024 ലോക രക്തദാതാക്കളുടെ ദിനത്തിൻ്റെ തീം
ദാനത്തിൻ്റെ 20 വർഷം ആഘോഷിക്കുന്നു. രക്തദാതാക്കൾക്ക് നന്ദി എന്നതാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.